പ്രിയപ്പെട്ടവരെ, മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്നും നടക്കും. കോസ്റ്റ് ഗാർഡും വിദഗ്ധ മുങ്ങൽ സംഘവും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായാണ് നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതം കൃഷ്ണനായി തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കിടെ ഗൗതം കൃഷ്ണയുടെ അമ്മയോട് മോശമായി പെരുമാറിയ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റി. അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിയാണ് മുതലപ്പുഴയിൽ ഷിജിനായുള്ള തെരച്ചിൽ നടക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന് വേണ്ടിയും തെരച്ചിൽ നടക്കും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഡ്രോണുകളും മുങ്ങൽ വിദഗ്ധരുമടക്കം ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. MJ പ്രതീഷ് ഇപ്പോൾ മുതലപ്പുഴയിൽ നിന്നുണ്ട്, AV ജയശങ്കർ നീണ്ടകരയിൽ നിന്നും. ഗുഡ് മോർണിംഗ് MJ പ്രതീഷ്, ഗുഡ് മോർണിംഗ് AV ജയശങ്കർ. ആദ്യം പ്രതീഷിലേക്ക്. പ്രതീഷ്, ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ ഇന്നലെ രാത്രിയിലും ഇന്നലെ വൈകിയും നടന്ന തെരച്ചിലിൽ കാര്യമായ ഫലമുണ്ടായില്ല. ഇപ്പോൾ കുടുംബാംഗങ്ങൾ, ഇന്നലെ 2 മന്ത്രിമാർ നടത്തിയ ചർച്ചയുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഒരു കുടുംബാംഗത്തെ ഇന്നലെ വിഴിഞ്ഞത്ത് വിളിക്കുകയും ഒക്കെ ചെയ്തു. തെരച്ചിലിനോട് എങ്ങനെയാണ് ഈ കുടുംബം പ്രതികരിക്കുന്നത്? ഇന്നിപ്പോൾ തെരച്ചിൽ ഏതു വിധേനയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? MJ പ്രതീഷ്. അരുൺകുമാർ, മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിവരവേ ഷിജിൻ മുതലപ്പുഴയിൽ അകപ്പെട്ടിട്ട് ഇന്ന് 8 ദിവസം കഴിഞ്ഞു. 9ാം ദിവസമാണ്. ഇന്നലെ വലിയ പ്രതിഷേധം ഷിജിന്റെ കുടുംബം ഇവിടെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലപ്പുഴയിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗം, ഈ മത്സ്യബന്ധനത്തിന് പോയി തിരികെ ഈ പുഴി കടന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് ഈ ബോട്ട് മറിയുന്നതും അപകടത്തിൽപ്പെടുന്നതും. അങ്ങനെ 2 പേരെ കാണാതാവുകയായിരുന്നു. അതിൽ ഷിജിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതിൽ ഇന്ന് രാവിലെ 5:45 മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതലപ്പുഴയിൽ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അഞ്ചുതെങ്ങിൽ നിന്നുള്ള വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളും തിരച്ചിലിന് എത്തും. ഇതിനു പുറമെ ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും തിരച്ചിൽ നടത്തുന്നുണ്ട്. മുതലപ്പുഴയിൽ മാത്രമല്ല തിരച്ചിൽ പുരോഗമിക്കുന്നത്. മുതലപ്പുഴ മുതൽ ഈ കുളച്ചൽ, കന്യാകുമാരി ഭാഗം വരെ തിരച്ചിൽ നടത്തും എന്നതാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം. ആദ്യഘട്ടത്തിൽ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കുടുംബം വലിയ പ്രതിഷേധം ഉന്നയിച്ചത്. പിന്നീടാണ് ഇന്നലെ മന്ത്രി CP ജോൺ ഇവിടെ നേരിട്ടെത്തുകയും കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ തിരച്ചിൽ കാര്യക്ഷമമാക്കും എന്നുള്ള മന്ത്രിയുടെ ഉറപ്പിലാണ് ഇന്നലെ കുടുംബം പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കോസ്റ്റൽ പോലീസിന്റെ ബോട്ടാണ്. അവർ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ആ പുഴയുടെ ആ ഭാഗത്തേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല. ഈ കടൽ ഇപ്പോഴും കലുഷിതമാണ്. കാലാവസ്ഥ വലിയ മാറ്റമുണ്ടായിട്ടില്ല. പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും തിരച്ചിൽ മറ്റു ഭാഗങ്ങൾ, വിഴിഞ്ഞത്തുൾപ്പെടെ ആ തിരച്ചിൽ നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികൾ, തിരഞ്ഞെടുത്ത 10 മത്സ്യത്തൊഴിലാളികളെ കൂടി രക്ഷാപ്രവർത്തനത്തിന് ഉൾപ്പെടുത്തും എന്നതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം. അവരുടെ നേതൃത്വത്തിലും ഇവിടെ തിരച്ചിൽ നടത്തും. ഒപ്പം ഈ കല്ലിടുക്കുകളിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്താനും ഡ്രോൺ പരിശോധന നടത്താനുമാണ് തീരുമാനം. ഇതിന്റെ വിഴിഞ്ഞത്തും കാണാതായ ജോണിനായി തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും വൈകിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്നതാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും നിലവിൽ സർക്കാർ തീരുമാനത്തോട് സർക്കാരിന്റെ സഹകരിക്കുന്നുണ്ട് എന്നതാണ്. ഷിജിനെ കാണാതായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ 9 ദിവസമാവുന്നു. അതായത് കഴിഞ്ഞ 31-ാം തീയതി രാത്രിയിലാണ് 8:30 കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഈ മുതലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ പുഴയായിരിക്കും മുതലപ്പുഴി എന്ന് പറയുന്നത്. നമ്മളതിനെ മരണപ്പുഴി എന്നാണ് വിളിക്കുന്നത്. 80-ലധികം തൊഴിലാളികൾക്കാണ് ഈ സ്ഥലത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടെ ഈ ബോട്ട് ഇറക്കുന്നത് തന്നെ വളരെ സാഹസികമായിട്ടാണ്. അങ്ങനെ ബോട്ട് ഇറക്കി മത്സ്യം പിടിച്ച് തിരിച്ച് കരയിലേക്ക് അടുക്കുന്നതിനിടയിലായിരുന്നു ഷിജിനടക്കമുള്ള അവർ തെറിച്ചു പോയത്. അതിൽ പിന്നീട് ഫ്രീമോനെ ശരീരം പിന്നീട് കിട്ടി. പക്ഷേ അപ്പോഴും ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ കാര്യക്ഷമമല്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ഷിജിന്റെ അമ്മ വന്ന് പ്രതികരിക്കുന്നതൊക്കെ, ഷിജിന്റെ ഭാര്യ വന്ന് പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ എൻ്റെ ഭർത്താവിനെ തരൂ എന്നാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ തരൂ എന്നാണ് അവർ ചോദിക്കുന്നത്. 9 ദിവസമായി അവർ കാത്തിരിപ്പാണ്. പക്ഷേ ഇപ്പോഴും കൗതുകകരമായ കാര്യം, ഇതിപ്പോൾ ഏകോപിപ്പിക്കുന്നത് CP ജോണും അതേപോലെ ഷിബു ബേബി ജോണും ഒക്കെയാണ്. ഇതിന് ചുമതലയുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറുണ്ട്. ഈ കാര്യത്തിൽ അവിടെ പോയി ഇവരെ നേരിട്ട് കണ്ട് സമാശ്വസിപ്പിക്കാനൊന്നും ഇതുവരെയും അബ്ദുൽ ഗഫൂർ തയ്യാറായില്ല എന്ന വലിയ ആക്ഷേപം ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അപ്പോഴും ഇന്ന് തെരച്ചിലിന് കുടുംബം അനുകൂലിക്കുകയാണ്. തെരച്ചിൽ രാവിലെ തുടങ്ങിയിട്ടുണ്ട്.